ഷഹൻഷായ്ക്ക് സ്വാഗതം. വന്നാലും ക്ഷമിച്ചാലും ഷഹൻഷാ, അതായത് അകത്തേക്ക് പ്രവേശിക്കും മുമ്പ് മഹാറാണി അങ്ങയെ സ്വാഗതം ചെയ്യും. ഒരു വരന്റെ രൂപത്തിലാണ് അങ്ങ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങ് രീതികളനുസരിച്ച് പ്രവേശിക്കാൻ സമ്മതം നൽകിയാൽ ഞങ്ങൾക്കെല്ലാം അത് സന്തോഷമാകും. നിന്റെ ജോധ മുഗളന്മാരുടെ ഗൃഹത്തിലേക്ക് പോകും. അതാണ് സംഭവിക്കുക. അത് സംഭവിച്ചേ മതിയാകൂ. പ്രഭു, ഒരുപക്ഷെ മഹാറാണി അങ്ങക്ക് തിലകം ചാർത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മുടെ പ്രതിജ്ഞ പൂർത്തിയാക്കൂ. ശക്തി തരൂ, നമുക്ക് പകരം വീട്ടാനായി ആ ക്രൂരനായ ജലാലിനോട്. മുഖം കാണിക്കൽ ആരംഭിച്ചാലും ജോധയുടെ ഓരോ കാൽവയ്പും അവളെ അവളുടെ ഭാവിയിലേക്കാണ് കൊണ്ടുപോയത്. ഇപ്പോൾ അവളുടെ ജീവിതം അങ്ങനെയൊരു വഴിയിലൂടെയാണ് പോകുന്നത്. അതൊരിക്കലും അവൾ സ്വപ്നം കണ്ടിട്ടുപോലും ഉണ്ടാകില്ല.
സുബ്ഹാനല്ലാഹ്. വളരെ മനോഹരമായാണ് പടച്ചവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. മുഗൾ സൈന്യത്തിന് ഒരേ ഒരു നേതാവേ ഉള്ളൂ, ബാദ്ഷാ ജലാലുദ്ദീൻ മുഹമ്മദ്. അയാളുടെ ഹൃദയത്തിൽ ജീവന് യാതൊരു വിലയുമില്ലെന്നാണ് പറയുന്നത്. ക്രൂരനാണ് അയാൾ. ഈ മണ്ണിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, അയാൾ ആരായാലും ദേവി മാതാവേ, അവിടുത്തെ ആഭരണങ്ങൾ കവർന്നതിന് ഞാൻ അയാളുടെ ശിരസ് ഛേദിച്ച് കൊണ്ടുവരുന്നതാണ്. അഥവാ നീ ഈ ബന്ധം സ്വീകരിച്ചാൽ അമീറും രക്ഷപ്പെടും, പിന്നെ 3 ജ്യേഷ്ഠന്മാരും. നമുക്കറിയാം ഈ ബന്ധം സ്വീകരിക്കുന്നത് നിനക്കത്ര എളുപ്പമായിരിക്കില്ലെന്ന്. ഏത് രാജാവുമായിട്ടാണോ നാം നിന്റെ വിവാഹം നിശ്ചയിച്ചത് അത് മറ്റാരുമല്ല. അഥവാ അമീറിന്റെ രക്ഷയുടെ വില ജോതയാണെങ്കിൽ ഇങ്ങനെ ഉറപ്പിച്ചോളൂ, അങ്ങ് ആ വില കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അച്ഛാ. ഒന്ന് നിൽക്കൂ ജോത. എന്നിട്ട് രാജാവ് ബാർമലിനോട് ചോദിക്ക്, സ്വന്തം കാര്യം നേടുന്നതിനായി ആരോടാണ് കൈ കോർത്തിരിക്കുന്നതെന്ന്, എന്താണ് വാക്ക് കൊടുത്തിരിക്കുന്നതെന്ന്. നാം അങ്ങനെ ഒരു വീരനെ ആകും വിവാഹം കഴിക്കുക, ആരിലാണോ ജലാലിന്റെ ശിരസ് ഛേദിക്കാനുള്ള ധൈര്യമുള്ളത്. ഈ നാവ് മുറിച്ചു കളയേണ്ടത് തന്നെയാണ് ചേച്ചി. കരിനാവാണ് എന്റെ ഇത്. ഈ നാവ് കൊണ്ടാണ് ഞാൻ അന്ന് ആഭൂഷകന് പറഞ്ഞത്. മഹാരാജാവ് പറഞ്ഞു. എന്നിട്ട് കുമാരി വിവാഹത്തിന് തയ്യാറായോ? നാം തയ്യാറാണ്. ജോധ, എന്നെ മരിക്കാൻ അനുവദിക്കൂ അമ്മേ, എന്നെ മരിക്കാൻ അനുവദിക്കൂ. അരുത് മോളെ, അരുത്. ഇത്രയും വലിയൊരു കാര്യം നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്നും ഒളിപ്പിച്ചു. നമ്മുടെ വിവാഹം ജലാലിനൊപ്പമോ? അങ്ങനെ എന്ത് അപരാധമാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ എല്ലാവരും നമ്മോട് ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരുന്നു.
ജ്യേഷ്ഠന്മാർക്കും ജ്യേഷ്ഠത്തിമാർക്കും മുത്തശ്ശിക്കും. പക്ഷെ എല്ലാവരും ഒളിപ്പിച്ചു എന്നിൽ നിന്നും. എന്നിട്ട് നാം വിചാരിച്ചത് നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്നത് അയാളുമായിട്ടാണ്. ആർക്കാണ് അമീറിനെ രക്ഷിക്കാൻ കഴിയുന്നത്? പക്ഷെ എന്റെ വിവാഹം നടക്കാൻ പോകുന്നത് അയാളുമായിട്ടാണ്, അമീറിന്റെ ഏറ്റവും വലിയ ശത്രുവിനോടൊപ്പം. പിതാശ്രീ, അങ്ങും എന്നോട് നിൽക്കൂ മേനാവതി. നാം ആഗ്രഹിക്കുന്നത് ജോധ അല്പസമയം ഏകാന്തമായിരിക്കണമെന്നാണ്. നമ്മെ ഈ ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജോധ ഇത്തരത്തിൽ അവിടെ നിന്നും ഓടിപ്പോകുന്നത് ഇനി ജലാലിന് മോശമായി തോന്നിക്കാണുമോ? അദ്ദേഹം ഇതൊരു അപമാനമായി കരുതുമോ? നമുക്ക് വിശ്വാസമേ വരുന്നില്ല. ഇത്രയും അഹങ്കാരമോ? അമീറിലെ രാജകുമാരി ചടങ്ങുകൾക്കിടയിൽ നിന്നും ഷെഹൻഷായെ അപമാനിച്ചുകൊണ്ട് ഓടിപ്പോയിരിക്കുന്നു. ഇത് ഷെഹൻഷായ്ക്ക് വലിയ മാനഹാനിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് അപമാനിച്ചതല്ല വല്യുമ്മ. നാം അറിഞ്ഞത് രാജാവ് ബാർമൽ അവളെ അറിയിച്ചിട്ടേയില്ല അവളുടെ നിക്കാഹ് നാമുമായാണ് നടക്കുന്നതെന്ന്. അതുകൊണ്ടാണ് നമ്മെ കണ്ടപ്പോൾ അവൾക്ക് ഇത്രയും ആഘാതമുണ്ടായത്. എല്ലാം ശരിയായിക്കോളും. അപ്പോൾ ഇനി എന്താ? അവർ മുഖം കാണിക്കൽ നടത്തി അവരുടെ കടമ നിറവേറ്റി. ഇനി നമ്മൾ നമ്മുടെ കടമ നിറവേറ്റും. ഭഗവാൻ ദാസ്, ജോധ എന്താണോ ചെയ്തത് അത് മനഃപൂർവ്വം ചെയ്തതല്ല. എങ്കിലും പിതാശ്രീ, അദ്ദേഹത്തിന് ഒരു കാരണവശാലും തോന്നാൻ പാടില്ല ഏതെങ്കിലും പ്രകാരത്തിൽ അപമാനം സംഭവിച്ചുവെന്ന്. ശരിയാണ് പറയുന്നത്. ശ്രദ്ധിച്ചാലും പ്രഭു, ഷെഹൻഷാ ജലാലുദ്ദീന്റെ വളർത്തമ്മയും അവരുടെ സഖിയും പിന്നെ സുബൈദാർ ഷറഫുദ്ദീനും വന്നിരിക്കുന്നു. എന്ത് കാര്യമാണോ ഭയന്നത് അത് തന്നെ സംഭവിച്ചു. ആർക്കറിയാം ജലാൽ എന്ത് സന്ദേശമാണ് അയച്ചിരിക്കുന്നതെന്ന്? അറിയില്ല എന്ത് ദുസ്സൂചനയാണ് ലഭിക്കാൻ പോകുന്നതെന്ന്. ഷെഹൻഷായുടെ ഭാഗത്തു നിന്നും മഹാരാജാവിന് സലാം. നമ്മുടെ ഭാഗത്തു നിന്നും അവിടത്തേക്കും പ്രണാമം. അവിടുന്ന് എന്തിനാ ബുദ്ധിമുട്ടിയത്? വിളിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. നമ്മുടെ രാജ്യത്ത് സമ്മാനങ്ങൾ കൊണ്ടുപോയാണ് കൊടുക്കാറ്, വിളിച്ചു വരുത്തിയിട്ടല്ല. ഏതായാലും മുഖം കാണിക്കൽ അപൂർണമായി. പക്ഷെ ഷെഹൻഷാ ഒരു കാര്യവും അപൂർണമാക്കി നിർത്താറില്ല. ജോധയുടെ മുഖം കാണിക്കലിന്റെ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വന്നാലും വൈരം പതിച്ച ആഭരണങ്ങൾ, സ്വർണ്ണനൂൽ കൊണ്ട് നെയ്ത വസ്ത്രങ്ങൾ, പട്ടുനൂൽ കൊണ്ട് നെയ്തെടുത്ത മുഖപടം, കാശ്മീരിൽ നിന്നുള്ള പശ്മിന ഷാൾ, 4 ജോഡി വളകൾ, 6 ജോഡി കമ്മലുകൾ, സ്വർണം കൊണ്ടുള്ള 3 നെറ്റിച്ചുട്ടികൾ, 4 സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാദസരങ്ങൾ, 5 വൈരം പതിച്ച മാലകൾ, 4 അരപ്പട്ടകൾ, 4 കാതിൽപ്പൂ, 2 തൂക്കം രത്നങ്ങൾ, 2 തൂക്കം വൈരം, വൈരം കൊണ്ടുള്ള മൂക്കുത്തി, 4 തൂക്കം മുത്തുകളും പവിഴവും,
ലാഹോറിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, 10 മോതിരങ്ങൾ, 4 ജോഡി പാദരക്ഷകൾ, പിന്നെ മധുരപലഹാരങ്ങളും ധാരാളം ഈന്തപ്പഴവും, പിന്നെ നല്ല മധുരമുള്ള പഴവർഗ്ഗങ്ങളും. ഒരു നല്ല മധുരമുള്ള ബന്ധത്തിന്റെ ആരംഭത്തിനായി. ഇത്രയധികം? അദ്ദേഹം ഹിന്ദുസ്ഥാനിലെ ഷെഹൻഷായാണ്. ഏതെങ്കിലും ചെറിയ രാജ്യത്തെ രാജാവല്ല. മുഖം കാണിക്കൽ എങ്ങനെയായാലും നമ്മുടെ ഭാഗത്തു നിന്നും ഒരു കുറവും ഉണ്ടാകില്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഷെഹൻഷായ്ക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് നിക്കാഹിനുള്ള വസ്ത്രങ്ങൾ രാജകുമാരി ജോധ സ്വന്തം കൈകൊണ്ട് സ്വീകരിക്കണമെന്ന്.